ഗേറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിനും അറിയാം ഇതൊരു നോസിൽ ഈസ് എ സ്റ്റഡി ഫ്ലോ ഡിവൈസ് ആണ്. എക്സിറ്റ് ഏരിയനെ കണ്ടുപിടിക്കാൻ പഠിക്കാം, എക്സിറ്റ് ഏരിയനെ കണ്ടെത്താനുള്ളൂ കേട്ടോ. സോ ഫ്രം ഹിയർ വി ക്യാൻ കാൽക്കുലേറ്റ് A2 is equal to mass flow rate divided by 12.9. Option D is our right answer. Hello friends, welcome to Emerit Technical YouTube channel. This is Afzal Halif. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇന്ന് മുതൽ ഗേറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് വേണ്ടി ഗേറ്റിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി നിങ്ങളുമായി ഡിസ്കസ് ചെയ്തിരുന്നു. ഈ സീരീസ് കൊണ്ട്, ഈ PYQ ഡിസ്കഷൻ സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗേറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കാരണം ഗേറ്റിൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്ട്സുകളുടെയൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളുടെ കോൺസെപ്റ്റ്സും ക്ലിയർ ആവുന്നതാണ്. കാരണം കോൺസെപ്റ്റ്സുകൾ ക്ലിയർ ആകുന്ന രീതിയിലുള്ള ഹാൻഡ് പിക്ഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സെഷൻസിൽ ഗേറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും 99%. ചില ടോപ്പിക്കുകളിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ കണക്ഷൻസും ടോപ്പിക്കിൻ്റെ കൺസെപ്റ്റ്സും കുറേയൊക്കെ ക്ലാരിറ്റി വരുത്തുവാൻ വേണ്ടി ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ എഞ്ചിനീയറിംഗ് സർവീസിൻ്റെ ക്വസ്റ്റ്യൻസുകളോ അല്ലെങ്കിൽ ബാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുണ്ടോ ISR പോലുള്ള DRDA പോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളോ ചിലപ്പോൾ ഞാൻ ക്ലബ് ചെയ്യും. ആ കൺസെപ്റ്റ്സ് കുറേക്കൂടെ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. കാരണം ഗേറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വെറുതെ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല, യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകത്തില്ല. കൺസെപ്റ്റ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കൺസെപ്റ്റ്സുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യാനുള്ളൂ. എങ്കിൽ മാത്രമേ ഗേറ്റ് പോലുള്ള പ്രീമിയം എക്സാംസുകൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് മാത്രമല്ല എഞ്ചിനീയറിംഗ് സർവീസോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള SSC പോലുള്ള ചെറിയ ചെറിയ എക്സാംസുകളോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ PSC എക്സാംസുകളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ നമ്മുടെ സ്റ്റേറ്റ് PSC, SSC അല്ലെങ്കിൽ RRB, JE ഇതുപോലുള്ള എക്സാംസുകൾക്കൊക്കെ ആവശ്യം ഫണ്ടമെന്റൽസുകളാണ്. ആ ഫണ്ടമെന്റൽസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഗേറ്റ് പോലുള്ള മോസ്റ്റ് പ്രീമിയം ആയിട്ടുള്ള എക്സാംസുകൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും ഓരോ സബ്ജക്ട്സിൻ്റെയും ഓരോരോ ടോപ്പിക്കുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഇന്ന് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്ന സബ്ജക്ട് തെർമോഡൈനാമിക്സ് ആണ്. എല്ലാ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിൻ്റെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് തെർമോഡൈനാമിക്സ്. അതിന് കാരണം ആ തെർമോഡൈനാമിക്സ് സബ്ജക്റ്റിനകത്തുള്ള ആ കൺസെപ്റ്റ്സുകളൊക്കെ നമ്മുടെ ഡെയിലി ലൈഫുമായി ഒരുപാട് റിലേറ്റബിളുമാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിനും ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് തെർമോഡൈനാമിക്സ് ആവാനുള്ള കാരണം. അപ്പോൾ ആ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയിട്ട് നോക്കുക. ഇത് ഗേറ്റ് 2011 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2011 ആ സമയത്ത് 11 മുതൽ ഓൾമോസ്റ്റ് ഒരു 15 വരെയൊക്കെ ഈ ലിങ്ക്ഡ് ക്വസ്റ്റ്യൻസുകളുണ്ട്. അതായത് ഒരു കോമൺ ഡേറ്റ തന്നിട്ട് ഈ ഡേറ്റയുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസുകളാണ്. ആ കാലഘട്ടം 2010-11 കാലഘട്ടത്തിൽ ഏറ്റവും കൺസെപ്റ്റ്സുകളുള്ള ഏറ്റവും ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസുകളെല്ലാം വരുന്നത് എങ്ങനെയായിരുന്നു, ഇതുപോലുള്ള ലിങ്ക്ഡ് ക്വസ്റ്റ്യൻസിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കൂ. ക്ലിയർ ആയിട്ടൊന്ന് ക്വസ്റ്റ്യൻ വായിക്കും, ഞാൻ വായിക്കാം, നിങ്ങൾ ബോർഡിൽ ശ്രദ്ധിക്കുക. ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ of air in a large reservoir are 400 Kelvin and 3 bar respectively. A converging diverging nozzle of exit area 0.005 meter square is fitted to the wall of the reservoir as shown in the figure. Clear ആയിട്ട് അത് പറയുന്നുണ്ട്. ഇതൊരു റിസർവോയർ. നോക്കുക, ഇവിടെ എന്തുണ്ട്, റിസർവ് മീൻസ് ലാർജ് എമൗണ്ട് ഓഫ് എയർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഹൈ പ്രഷറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് ഒരു കൺവേർജന്റ് ഡൈവേർജന്റ് നോസൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ നോസലിന്റെ ഇൻലെറ്റ് ഇതാണ്. ദിസ് ഇസ് ദ ഇൻലെറ്റ് പൊസിഷൻ. ഈ ഇൻലെറ്റ് ഞാൻ ലെറ്റ് ബി സെക്ഷൻ 1 എന്ന് വിളിക്കാം. ആ സെക്ഷൻ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ T1 തന്നിട്ടുണ്ട്. എത്ര T1 തന്നിരിക്കുന്നത്, ഇറ്റ് ഈസ് 400 Kelvin. അതേസമയം അവിടുത്തെ പ്രഷർ P1 തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 3 bar. ഈ ബാർ തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ പാസ്കലിലോട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. Newton/m². ഇൻറ്റു 10⁵ ചെയ്താൽ നിങ്ങൾ എന്ത് കിട്ടും, ഓട്ടോമാറ്റിക്കലി അത് ബാറിലോട്ട് കൺവേർട്ട് ആയിക്കാം. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളത്. ദെൻ എ കൺവേർജിംഗ് ഡൈവേർജിംഗ് നോസൽ ഓഫ് എക്സിറ്റ് ഏരിയ 0.005 m². ഈ കാണുന്നിരിക്കുന്ന എക്സിറ്റ് ഏരിയ അവർ തന്നിട്ടുണ്ട്. എക്സിറ്റ് ആയതുകൊണ്ട് ഞാൻ 2 എന്ന് വിളിച്ചത്, കാരണം ഇതാണ് നമ്മുടെ എക്സിറ്റ് പ്ലെയിൻ. സോ ദിസ് ഇസ് അവർ സെക്ഷൻ 2, ദിസ് ഇസ് അവർ സെക്ഷൻ 1. ആ സെക്ഷൻ 2 ഏരിയ തന്നിട്ടുണ്ട് എത്ര, 0.005 m² അവർ ഏരിയ തന്നിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഈസ് ഫിറ്റഡ് ടു ദ വാൾ ഓഫ് ദ റിസർവോയറിന്റെ വാളിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആസ് ഓൺ ദ ഫിഗർ. ഈ ഫിഗർ ഗിവൺ ആണ്. Question: the static pressure of air at the exit section for an isentropic flow through the nozzle. The most important key word in this problem is isentropic flow. ശ്രദ്ധിക്കണേ, isentropic flow. അത് ഞാൻ വരുമ്പോൾ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. Isentropic flow through the nozzle is 50 kilopascal, which means exit-ലെ pressure repeat ചെയ്തിട്ടുണ്ട് 50 kilopascal. ആ കിലോ മാറ്റുമ്പം 50 × 10⁻³ പാസ്കൽ. പാസ്കൽ ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അങ്ങനെയാണ് ഇത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ്, ദാറ്റ് ഈസ് ആർ. ക്യാരക്ടറിസ്റ്റിക് കോൺസ്റ്റന്റ് ആറാണ്. ഗാമ എത്രയാണ്? 1.4 ആണെന്ന് റെസ്പെക്റ്റീവ്ലി തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഗിവൺ ഡേറ്റാസ്. ഗേറ്റ് പോലുള്ള എക്സാംസ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്ക്രിബിളിംഗ് പാഡിലോട്ട് ഈ ഗിവൺ ഡേറ്റാസ് നമ്മൾ എടുത്ത് എഴുതണം. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഓൺലൈൻ ആണല്ലോ, നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലാണല്ലോ ഗേറ്റ് എക്സാംസുകളൊക്കെ. അപ്പം നമ്മൾ അതിൽ കമ്പ്യൂട്ടർ നോക്കിയിട്ട് നമ്മുടെ റൈറ്റിംഗ് പാഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യിക്കാൻ, സ്ക്രിബിളിംഗ് പാഡിലോട്ട് നമ്മൾ ഡേറ്റാസ് ഒക്കെ എടുത്ത് എഴുതി വയ്ക്കാൻ. ഇൻ കേസ് അത് സ്റ്റക്കായി പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് അത് ക്ലിയർ ചെയ്യത്തില്ല, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഈസി ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ പിന്നെയും ക്വസ്റ്റ്യൻസ് നോക്കി ഡേറ്റാസ് എടുത്ത് എഴുതാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം നഷ്ടപ്പെടും. അപ്പോൾ ഗേറ്റിൻ്റെ ഇതുപോലുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുമ്പോൾ, ലെങ്തി പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഗിവൺ ഡേറ്റാസ് എഴുതി നിങ്ങളുടെ ബുക്കിൽ വെച്ചിരിക്കണം. അപ്പോൾ തിരിച്ചു വന്ന് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ആ ക്വസ്റ്റ്യൻസ് എടുത്ത് ഡേറ്റാസ് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും അത് കാണുമ്പോൾ തന്നെ, കേട്ടോ. അപ്പം ഗിവൺ ഡേറ്റാസ് എഴുതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മുമ്പോട്ട് പോകണം. അതുമാത്രമല്ല ഗേറ്റ് പ്രോബ്ലംസ് വർക്കൗട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗേറ്റിൻ്റെ വിർച്വൽ കാൽക്കുലേറ്റേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, നെറ്റിൽ അവൈലബിൾ ആണ്. ആ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ പ്രോബ്ലംസുകൾ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും നിങ്ങളുടെ യൂസ് ചെയ്യുന്ന നോർമൽ കാസിയോ കാൽക്കുലേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്. കാരണം അത് നിങ്ങൾ സ്പീഡിനെ ബാധിക്കും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗേറ്റ് എക്സാംസിന്, സ്പീഡും ആക്യുറസിയും. ആക്യുറസി പ്രാക്ടീസിലൂടെ കിട്ടത്തുള്ളൂ, ഈ പറഞ്ഞ സ്പീഡും പ്രാക്ടീസിലൂടെ കിട്ടത്തുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം നിങ്ങൾ എന്ത് കരുതിയിരിക്കണം, ഗേറ്റിൻ്റെ വിർച്വൽ കാൽക്കുലേറ്റേഴ്സ് കരുതിയിരിക്കുക. നോർമൽ കാൽക്കുലേറ്റേഴ്സിലോ ഫോണിലോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും ഡേറ്റ തന്നിട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 2 മാർക്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡെൻസിറ്റി ഓഫ് എയർ ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അറ്റ് ദ നോസിൽ എക്സിറ്റ്. അറ്റ് ദ നോസിൽ എക്സിറ്റ് ആണ് ചോദിച്ചത്, വിച്ച് മീൻസ് ഇവിടെയുള്ള ഈ കാണുന്ന എക്സിറ്റിലുള്ള ഡെൻസിറ്റി ρ2 ആണ് എന്ത് ചെയ്യുന്നത് അവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ρ2 ഈസ് ദ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കറിയാം. ഇതൊരു ഫസ്റ്റ് നിങ്ങൾ ഇത്രയും ഡേറ്റാസ് എടുത്ത് എഴുതിക്കാൻ ഇത് എന്ത് ടൈപ്പ് പ്രോബ്ലം ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് അപ്പം തന്നെ എത്തും. എല്ലാ ഗേറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിനും അറിയാം ഇതൊരു നോസിൽ ഈസ് എ സ്റ്റഡി ഫ്ലോ ഡിവൈസ് ആണ്, ഓപ്പൺ സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസുകളും കൺസെപ്റ്റ്സുകളൊക്കെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ദ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ഓഫ് ദ, ഇവിടെ എന്താ പറയുക, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓഫ് എ ലാർജ് റിസർവോയർ. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് അവരെന്ത് പറയുന്നില്ല, ഇത് എന്ത് ഗ്യാസ് ആണെന്ന് അവർ പറയുന്നില്ല. എയർ ആണെന്ന് എവിടെയെങ്കിലും ഒന്നിൽ പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, എയർ ആണെന്ന് പറയണം. ഇല്ലെങ്കിൽ ഒന്നും പറഞ്ഞാൽ നമുക്ക് അവർ എന്ത് ചെയ്യാം, ഈ ഗ്യാസ് നമുക്ക് എയർ ആയിട്ട് അസ്യൂം ചെയ്യാം. കാരണം ആറ് നോക്കൂ 287 ജൂൾ പെർ കിലോഗ്രാം, ഗാമ നോക്കൂ 1.4 ആണ്. അപ്പോൾ എയർ ഈസ് ആൻ ഐഡിയൽ ഗ്യാസ് ആണ്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റഡി ഫ്ലോയുടെ കൺസെപ്റ്റ്സുകളൊന്നും നിങ്ങളെ മനഃപൂർവ്വം കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ പെട്ടെന്ന് സ്റ്റഡി ഫ്ലോ ഈ പ്രോബ്ലം കാണുമ്പോൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആണ്, അപ്പോൾ നമ്മളെ മറ്റേ സ്റ്റഡി ഫ്ലോ ഇക്വേഷൻസ് നമ്മളെ മനസ്സിലേക്ക് വരും. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്ക് നോക്കൂ, അവർ ദ ഡെൻസിറ്റി ഓഫ് എയർ ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അറ്റ് ദ നോസിൽ എക്സിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് എന്ത് വേണ്ട, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ചില കുട്ടികളൊന്ന് സ്റ്റക്കായിപ്പോൾ. അപ്പം ആ ഗേറ്റിൻ്റെ ആ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതി ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് രണ്ടാമത് ചോദിക്കാം, പക്ഷെ അവരെന്ത് ചെയ്യുക, തിരിച്ചു ചോദിച്ചിരിക്കാം. അപ്പൊ നോക്കൂ, എല്ലാവർക്കും അറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്, PV ഈസ് ഈക്വൽ ടു MRT. ഈ വോളിയം ഇപ്പുറത്ത് കൊണ്ടുപോകൂ. സോ P ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം RT, ദാറ്റ് ഈസ് റോ, മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണ്. P ഈസ് ഈക്വൽ ടു ρRT. റോ ഈസ് ഈക്വൽ ടു P ബൈ RT ആണ് ഇക്വേഷൻസ്. പക്ഷെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് എക്സിറ്റില്ല ഡെൻസിറ്റിയാണ്. അപ്പോൾ ρ2 കൊടുക്കുക. ρ2 കൊടുത്താൽ ഇറ്റ് ഷുഡ് ബി P2. R കോൺസ്റ്റന്റ് ആണ്, R1 R2ന്റെ ആവശ്യമില്ല. ടെമ്പറേച്ചർ ഷുഡ് ബി T2. നോക്കൂ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് അതേപോലെ നമ്മൾ
ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യുക. ആ ഇക്വേഷൻസിൽ നോക്കുക, റൂട്ട് കണ്ടെത്താൻ P2/RT2 ഇതിൽ എന്തില്ല അവനെ തിരക്കി പോവുക. നോക്കൂ, ക്വസ്റ്റ്യനിൽ കൃത്യമായി P2 50 കിലോ പാസ്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ P2 ഇസ് നോൺ, R 2.287 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. നമുക്ക് ആരെ മാത്രം ആവശ്യം മതി? ടെമ്പറേച്ചറിന് മാത്രം ആവശ്യം മതി. ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ടെമ്പറേച്ചർ? ചില കുട്ടികൾ ഇവിടെ നമ്മൾ ക്ലാസ്സുകൾ, ഞാനിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രോബ്ലംസ് എടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുമ്പോൾ നേരെ H1 + ½ C1 square = ആ ഇക്വേഷൻ ചെയ്തിട്ട് H CPT1 കൊടുത്ത് H2 CPT2 കൊടുത്ത് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അത് സ്റ്റക്കായി പോകും. എല്ലാവരും സ്റ്റഡി ഫ്ലോ പ്രോബ്ലം ആയതുകൊണ്ട് എന്ത് ചെയ്യും? സ്റ്റഡി ഫ്ലോ ഇക്വേഷൻസിലോട്ട് പോകാൻ ശ്രമിക്കും. കാരണം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് H CPT കൊടുക്കാം, അവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ടെമ്പറേച്ചർ കണ്ടെത്താം എന്ന ഒരു ധാരണയിൽ അവർ പോകും. അവരെ പതുക്കെ കുറച്ചെത്തുമ്പോൾ സ്റ്റക്കാവും. അതെന്തുകൊണ്ട് സ്റ്റക്കാവും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ എക്സിറ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുവാനുള്ള ഒരു ക്ലൂ ആണ് ഐസെൻട്രോപിക് ഫ്ലോ. വാട്ട് ഈസ് ഐസെൻട്രോപിക് ഫ്ലോ? ഐസെൻട്രോപിക് ഫ്ലോ മീൻസ് റിവേഴ്സിബിൾ അഡാബാറ്റിക് ഫ്ലോ. റിവേഴ്സിബിൾ അഡാബാറ്റിക് ഫ്ലോയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസെൻട്രോപിക് ഫ്ലോ. അപ്പൊ നേരെ നമ്മൾ എന്ത് ചെയ്യുക? ആ റിവേഴ്സിബിൾ അഡാബാറ്റിക് ഐസെൻട്രോപിക് ഫ്ലോയുടെ റിലേഷൻഷിപ്പ് ആലോചിക്കുക. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ആലോചിക്കുവാനുള്ളത്? പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻസ് ആലോചിക്കുക. നമുക്കറിയാം, വെൽ നോൺ ഫേമസ് ഇക്വേഷൻ ആണ് T2/T1 is equal to P2 divided by P1 the whole raised to gamma minus 1/gamma. നോക്കൂ, T2 is equal to T1 into P2 divided by P1 the whole raised to gamma minus 1/gamma. What is T1 here? നോക്കൂ, what is T1 here? 400 Kelvin. What is P2 here? 50 kilopascal. That is 50 into 10 power 3 Pascal. 50 into 10 power 3 Pascal. What is P1? It is 3 bar. That is 3 into 10 power 5. 3 into 10 power 5 Pascal. നേരെ ഗാമ മീൻസ് എത്രയാണ്? 1.4 minus 1. 1.4 minus 1 divided by 1.4. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രഷറിന്റെ യൂണിറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രഷർ ന്യൂമറേറ്ററിൽ പാസ്കൽ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ പാസ്കൽ ഇടണം. അത് മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടിയാണ് ആ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നോക്കൂ, ഈ P1 തന്നിരിക്കുന്നത് ബാറിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നോക്കൂ, P1 is in bar. അതേസമയം P2 തന്നിരിക്കുന്നത് 50 കിലോ പാസ്കലാണ്. അപ്പൊ യൂണിറ്റുകൾ നമ്മൾ ചുമ്മാ 3/50 അങ്ങ് ഇട്ട് പോകരുത്. യൂണിറ്റുകൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അവർ മര്യാദയ്ക്കുള്ള യൂണിറ്റുകളിൽ ഗേറ്റ് പോലത്തെ എക്സാംസിന് ഡേറ്റാസ് തരത്തില്ല. എത്രത്തോളം നമ്മളെ കൊണ്ട് ജോലി എടുപ്പിക്കാമോ അത്രത്തോളം ജോലി എടുപ്പിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് അവർ നമുക്ക് തരുന്ന ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നോക്കൂ, P1ഉം P2 ഞാൻ പാസ്കലിലിട്ടു. കിലോ പാസ്കലിൽ ഞാൻ പാസ്കലിനാക്കി. 3 ബാറിനെ ഞാൻ എന്തിലോട്ട് മാറ്റി? പാസ്കലിലോട്ട് മാറ്റി. ദെൻ ടെമ്പറേച്ചർ ഇവിടെ അവർ ഒരു സഹായം ചെയ്തിരിക്കുന്നത്, സഹായമല്ല, അവർ ടെമ്പറേച്ചർ 400 കെൽവിൻ തന്നിട്ടുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ പോലും നിങ്ങൾ എന്തേ ചെയ്യാൻ പാടുള്ളൂ? കെൽവിനിലിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. ടെമ്പറേച്ചറിന്റെ എവിടെയൊക്കെ ടെമ്പറേച്ചർ ഉണ്ട് അവിടെ എല്ലാം കെൽവിനിലിട്ട് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഫൈനലി യു വിൽ ഗെറ്റ് ദ ടെമ്പറേച്ചർ T2. എല്ലാ ഡേറ്റാസും നോൺ ഡേറ്റാസ് ആണ്. കാൽക്കുലേറ്റേഴ്സ് എടുക്കുക. ഇവിടെ ഞാനിത് കാൽക്കുലേറ്റർ ആൻസർ തരുന്നില്ല, ഗേറ്റ് എക്സാംസ് ആണ്. നിങ്ങളുടെ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. ഗേറ്റിന്റെ വിർച്വൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ T2ന്റെ വാല്യൂ കണ്ടെത്തുക. ഞാൻ ഫൈനൽ ആൻസേഴ്സ് തരാം നിങ്ങൾക്ക്. ഇടയ്ക്കുള്ള ആൻസർ നിങ്ങൾ കണ്ടെത്തുക. ഇനി കഴിഞ്ഞു. വാട്ട് ഈസ് റോ 2 ഹിയർ? റോ 2 P2 50 കിലോ പാസ്കൽ അല്ലേ? സോ 50 അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻറ്റു 10 പവർ 3 പാസ്കൽ കൊടുക്കുക. R നോക്കൂ, 2.287 ആണ്. അത് കിലോ ജൂളിലാണ്. മുകളിലുള്ള പ്രഷർ ഞാൻ പാസ്കൽ ഇട്ടത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം SI യൂണിറ്റ് ചെയ്യുക, കിലോ ജൂളിൽ ചെയ്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചോളും. മുകളിൽ എപ്പോൾ പാസ്കൽ ഇടണം, ഡിനോമിനേറ്റർ എപ്പോൾ കിലോ പാസ്കൽ ഇടണം, അത് നിങ്ങൾ ഗ്രാജുവലി നിങ്ങൾ ചെയ്ത് പഠിക്കും. അപ്പോൾ ആദ്യം സേഫ് സോണിൽ പോവുക, എല്ലാം SI യൂണിറ്റിൽ പോവുക. ഈ 287 നിങ്ങൾ എന്ത് ചെയ്യുക? 0.287 നിങ്ങൾ കിലോ ജൂളിലാക്കുക. അപ്പോൾ 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിനായി മാറും R. ഇനി ടെമ്പറേച്ചർ T2 ഇവിടെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നോക്കൂ, ഈ P2/P1 എന്ന് പറയുന്നത് മുകളിൽ തന്നെ പാസ്കലായിട്ട് കട്ട് ചെയ്ത് പോകുന്നു. ഈ 400 എന്ന് പറഞ്ഞ കെൽവിനാണ്. ഫൈനലി T2 കൂട്ടുന്ന ആൻസറും എന്ത് തന്നെയായിരിക്കും? കെൽവിനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ ആൻസർ റോ 2 ഇൻ SI യൂണിറ്റ്, ദാറ്റ് ഈസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് യുവർ ആൻസർ. And the answer will be option C, 0.727. 0.727 kilogram per meter cube ആണ് നിങ്ങളുടെ ഡെൻസിറ്റിയുടെ ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ
റൈറ്റ് ആൻസർ. ലെറ്റ് മീ ചെക്ക്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ ആൻസർ ഏതാണെന്നൊന്ന്. യെസ്, 0.727 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ സി. അപ്പോൾ നമ്മുടെ എന്ത് കിട്ടി? ഫസ്റ്റ് പാർട്ട് കിട്ടി. ഒറ്റ നോട്ടത്തിൽ ഈ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആണ് നമ്മൾ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന. സ്റ്റഡി ഫ്ലോയുടെ യാതൊരുവിധ ഡേറ്റാസും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം കൺഫ്യൂസിങ്, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകളാണ്. ഇനി വി ക്യാൻ മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എന്ത് ഉപയോഗപ്പെടും? നമ്മുടെ ഈ പറയുന്ന സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ സഹായം ആവശ്യം വരും. ആ രീതിയിലാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദ എയർ ത്രൂ ദ നോസിൽ ഇൻ കിലോഗ്രാം പെർ സെക്കൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാസ് ഫ്ലോ റേറ്റ് നമുക്ക് നോക്കാം. എവരിബഡി നോസ് മാസ് ഫ്ലോ റേറ്റ് m dot is equal to rho a c. സി മീൻസ് എന്താണ്? വെലോസിറ്റി ആണ്. നമ്മൾ തെർമോഡൈനാമിക്സിൽ സ്പെസിഫിക് വോളിയം സ്മോൾ വി ഉണ്ട്, വോളിയം ക്യാപിറ്റൽ വി ഉണ്ട്. അതിനകത്ത് പിന്നെ ഒരു വി കൂടെ വെലോസിറ്റി കൊടുത്ത് കൺഫ്യൂസിങ് ആവുന്നതുകൊണ്ട് ഞാൻ വെലോസിറ്റിക്ക് സി ആണ് യൂസ് ചെയ്യുന്നത്. മാസ് ഫ്ലോ റേറ്റ് ഇസ് ഇക്വൽ ടു റോ എ സി. ഇനി ഈ കാണുന്ന ഏരിയ തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മാസ് ഫ്ലോ റേറ്റ് പോലത്തെ പ്രോബ്ലത്തിൽ കണ്ടെത്താൻ പറ്റൂ. ആ ക്വസ്റ്റ്യൻസിൽ എന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യൻസിൽ എന്ത് തന്നിട്ടുണ്ട്? ഏരിയ ഇസ് ഗിവൺ ഇല്ലേ? എവിടെയാണ് ഇത് നോക്കൂ, ഏരിയ ഇസ് ഗിവൺ. എക്സിറ്റുള്ള ഏരിയ എന്താണ്? ഗിവൺ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും? ദിസ് ഈസ് റോ ടു എ ടു സി ടു. ശ്രദ്ധിച്ച് നോക്കണേ നിങ്ങൾ, നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡേറ്റാസ് ഉണ്ട്? റോ ടു നമ്മുടെ കയ്യിലുണ്ട്, A2 നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരേ ഒരു ഡേറ്റ എക്സിറ്റിലെ വെലോസിറ്റി C2 ആണ് ഇല്ലാത്തത്. അത് കണ്ടെത്തിയാൽ പ്രോബ്ലം തീരും. വെലോസിറ്റി കണ്ടെത്താനാണ് നമുക്കിവിടെ എന്തിൻ്റെ ഇക്വേഷൻ്റെ ആവശ്യം വരുന്നത്? സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻസിൻ്റെ ആവശ്യം വരുന്നത്. സോ അപ്ലൈയിങ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഇൻ ബിറ്റ്വീൻ ദ നോസൽ. ഞാൻ വേണമെങ്കിൽ ആ ഫിഗർ ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ലെറ്റ് മീ ഡ്രോട്ട് ദ ഫിഗർ. It is a converging diverging nozzle. This is the converging part and this is the diverging part. This is the diverging part. ഇതിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു, this is my inlet section 1, എയർ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് മൈ ഔട്ട്ലെറ്റ് സെക്ഷൻ 2. ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കൂ, ദിസ് ഈസ് എ റിസർവോയർ. ദിസ് ഈസ് എ റിസർവോയർ. റിസർവോയർ എന്ന് വെച്ചാൽ എന്താണ് എൻ്റെ ഉദ്ദേശം? അവിടെ നിൽക്കുന്ന ലിക്വിഡ്സുകളെല്ലാം സ്റ്റാഗ്നന്റ് കണ്ടീഷൻ, അവിടെ കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇല്ലേ? ഈ റിസർവോയർ, ഡാമിൻ്റെ റിസർവോയർ എന്താണ്? വെള്ളത്തിന് നമ്മൾ എന്ത് അവിടെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അതേപോലത്തെ ഒരു എയറിൻ്റെ റിസർവോയർ, ഹൈ പ്രഷറുള്ള എയറിൻ്റെ റിസർവോയർ ആണ് ഈ കാര്യന്ന റിസർവോയർ എന്ന് പറഞ്ഞാൽ. ഇനി എക്സിറ്റ് വെലോസിറ്റി കിട്ടണം. വെരി സിമ്പിൾ. ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ എക്സിറ്റ് വെലോസിറ്റി? നമുക്കറിയാമല്ലോ, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ പെർ യൂണിറ്റ് മാസിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്യാം നമുക്ക്. H1 പ്ലസ് ഹാഫ് C1 സ്ക്വയർ plus Gz1 plus heat transfer is equal to H2 plus half C2 square plus Gz2 plus work. ഇവിടെ നമുക്ക് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ കുറേ കണ്ടീഷൻസ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണ്? ജനറൽ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആണ്. ഈ ജനറൽ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻസിനകത്ത് നോസിലിൻ്റെ കണ്ടീഷൻസുകൾ നമ്മൾ അപ്ലൈ ചെയ്യണം. എല്ലാവർക്കും അറിയാവുന്ന ജനറൽ കണ്ടീഷൻസുകളാണ്. നോസിൽ നിന്ന് വെറുതെ എയർ കയറുന്നു, അല്ലെങ്കിൽ ലിക്വിഡ് കയറുന്നു, അല്ലെങ്കിൽ ഫ്ലൂയിഡ് കയറുന്നു, ഒഴുകി പോകുന്നു. നോസിലിൻ്റെ ഉപയോഗം എന്താണ്? ലോ ഇവിടെ റിസർവോയറിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇല്ലേ? ഇവനെ വെലോസിറ്റി കൂട്ടി ഹൈ വെലോസിറ്റിയിൽ പുറത്തിറക്കുക. ജസ്റ്റ് വെലോസിറ്റി കൂട്ടുക മാത്രം, കയറി വരുന്നു, ഇറങ്ങിപ്പോകുന്നു. ഇവിടെ എന്തില്ല? വർക്ക് ട്രാൻസ്ഫർ ഇല്ല. ഇവിടെ എന്തില്ല? വർക്ക് ട്രാൻസ്ഫർ ഇല്ല. രണ്ടാമത്തെ കാര്യം ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ ഐസെൻട്രോപിക് ഫ്ലോ. ഇറ്റ് ഈസ് എൻ ഐസെൻട്രോപിക് ഫ്ലോ. ഐസെൻട്രോപിക് ഫ്ലോയുടെ യഥാർത്ഥ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? വാട്ട് യു മീൻ ബൈ ദിസ് ഐസെൻട്രോപിക് ഫ്ലോ? ഐസെൻട്രോപിക് ഫ്ലോ ഇതാണ് ഞാൻ പറഞ്ഞത്. ഓരോരോ പ്രോബ്ലത്തിലും ഓരോരോ കണ്ടീഷൻസുകളുണ്ടാവും.
Isentropic flow means reversible plus adiabatic. ഈ റിവേഴ്സലിൻ്റെ മീനിങ്ങിലോട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. നമുക്ക് ആവശ്യം എന്താണ്? അഡയാബാറ്റിക് ആണ്. അഡയാബാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഹീറ്റ്, എവിടെയൊക്കെ അഡയാബാറ്റിക് എന്ന പേര് കേൾക്കുന്നുണ്ടോ അവിടെയെല്ലാം ആര് സീറോ ആയിരിക്കും? നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ സീറോ ആയിരിക്കും. അപ്പോൾ ഐസെൻട്രോപിക് ഫ്ലോ ആയതുകൊണ്ട് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫറും എന്താണ്? സീറോ. അപ്പോൾ എല്ലാ നോസിലും ഹീറ്റ് ട്രാൻസ്ഫർ സീറോ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എല്ലാ നോസിലും വർക്ക് ട്രാൻസ്ഫർ ഷുഡ് ബി സീറോ. ദിസ് ഈസ് ഓൾവേസ്. ഇതിപ്പോൾ ഐസെൻട്രോപിക് ഫ്ലോ അല്ല, ഒരു അഡയാബാറ്റിക് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറ്റും ഈ നോസിൽ നിന്ന് പുറത്തോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ അകത്ത് നിന്ന് പുറത്തോട്ട് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ്, ഒരു 95% പ്രോബ്ലംസിലും ഈ ഐസെൻട്രോപിക് ഫ്ലോ ഹീറ്റ് സീറോ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ശ്രദ്ധിച്ചോളാം അത് കേട്ടോ, എപ്പോഴും സീറോ ആകണമെന്ന് നിർബന്ധമില്ല. ഇനി നോക്കൂ, ഇതൊരു ഹൊറിസോണ്ടൽ നോസിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഹൊറിസോണ്ടൽ നോസിൽ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? ഫോർ എക്സാമ്പിൾ ഇതാണ് എൻ്റെ റെഫറൻസ്. ദിസ് ഇസ് മൈ റെഫറൻസ്. ഇതാണ് എൻ്റെ ആ സെൻറ്റർ ലൈൻ. ഈ സെൻറ്റർ ലൈനിൽ നിന്ന് സെക്ഷൻ 1ൻ്റെ ദൂരം എത്രയാണ്? Z1 ആണ്. ഈ സെൻട്രൽ ലൈനിൽ നിന്ന് സെക്ഷൻ 2ൻ്റെ ദൂരം ഞാൻ Z2 എന്ന് വിളിച്ചു. പക്ഷെ നമുക്കറിയാം, നോക്കുമ്പോൾ ഇത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഈ റെഫറൻസ് എന്നുള്ള Z1ഉം Z2ൻ്റെ ദൂരം എന്താണ്? സെയിം. സോ Z1 ഈക്വൽ ടു എന്താണ് ഇവിടെ? Z2 ആണ്. സോ GZ1ഉം GZ2 ഇവിടെ എന്തായി പോകുന്നു? ക്യാൻസൽ ആയി പോകുന്നു. അങ്ങനെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആര് മാത്രമേ ബാക്കിയുള്ളൂ? ഇനി ഒരു കാര്യം, ഇനി നമുക്ക് ആവശ്യം C2 ആണ്. അതോടെ നിൽക്കട്ടെ, ഞാൻ ഇവിടെ ഇക്വേഷൻ എഴുതാം. സോ H1 plus half C1 square is equal to H2 plus half C2 square. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്തണം? We have to find out the C2. So H1 minus H2 plus half C1 square is equal to half C2 square. ഈ 2 ഇപ്പുറത്ത് കൊണ്ടുവരാം. സോ 2 times H1 minus H2. ഈ 2 കൊണ്ടുവരുമ്പോൾ ഈ 2 കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ എന്ത് വരും? C1 square is equal to C2 square എന്ന് കിട്ടും. C2 square എന്ന് കിട്ടും. ശ്രദ്ധിക്കണേ, മിക്കവാറുമുള്ള കുട്ടികൾ ഒരല്പം സ്പീഡ് ചിന്തിക്കാതെ വളരെ പെട്ടെന്ന് ഈസി പ്രോബ്ലം എന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നവർക്കൊരു പ്രോബ്ലം പറ്റും. C1 തന്നിട്ടില്ല. C1 ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. C1ൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇനി വി ക്യാൻ ഫൈൻഡ് ഔട്ട് C2. കാരണം ഇതൊരു ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞു. ഐഡിയൽ ഗ്യാസ് ആണ് നമുക്കറിയാം. H ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ഉപയോഗിക്കാം? CPT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ 2 times H1 minus H2. 2 times H1 എന്ന് വെച്ചാൽ എന്താണ്? CPT1 അല്ലേ? അപ്പോൾ CP ഞാൻ പുറത്തെടുത്ത് എന്ത് കിട്ടും? ഇറ്റ് ഇസ് T1 minus T2 എന്ന് കിട്ടും. അതാരായി? 2 times H1 minus H2 മായി പ്ലസ് C1 square is equal to ആരാണ്? C2 square. റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? We will get C2. T1 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. T2 നമ്മൾ കുറച്ച് മുമ്പേ കണ്ടുപിടിച്ചു ഇല്ലേ? T2ൻ്റെ വാല്യൂ കെൽവിൻ ഇവിടെ തന്നെ ഉണ്ട്. T1ൻ്റെ വാല്യൂ 400 കെൽവിൻ ആണ്. അപ്പോൾ T1ഉം T2ഉം നോൺ വാല്യൂസ് ആണ്. പിന്നെ ആര് മാത്രം മതി? C1ൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് C2. വളരെ സിമ്പിളാണ്. പക്ഷേ C2 നമ്മൾ എവിടെ നോക്കി എങ്ങനെ തലകുത്തി എന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാലും കിട്ടത്തില്ല. C2 അല്ല C1. കാര്യം എന്താണ്? ദ വാല്യൂ ഓഫ് C1 is 0. വൈ ദ വാല്യൂ ഓഫ് C1 is 0? ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഫ്ലോ ഫ്രം എ റിസർവർ. റിസർവർ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ വെള്ളം അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്യാസിനെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ വെലോസിറ്റി C1ൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ 0 വെലോസിറ്റിയിൽ റിസർവറിൽ കിടക്കുന്ന ഗ്യാസിൻ്റെ വെലോസിറ്റി കൂട്ടാനാണ് നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? കൺവേർജൻ ഡൈവേർജൻ നോസിൽ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഞാനത് പർപ്പസ്ഫുള്ളി നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് C1. എനിക്ക് ഇവിടെ നിന്ന് C1ൻ്റെ വാല്യൂ 0 ആക്കാം, റിസർവർ എന്ന് പറഞ്ഞങ്ങ് പോകാം. പക്ഷെ അന്ന് ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ കമ്മിറ്റ് ചെയ്യരുത് കേട്ടോ. ചിലർക്ക് ആദ്യം മനസ്സിലാക്കാം, സാർ എന്തുകൊണ്ട് C1 0 ഇട്ടില്ല എന്ന് നിങ്ങൾ ചിലർ ചോദിച്ചേക്കാം വീഡിയോ കാണുമ്പോൾ. പക്ഷെ ചോദിക്കാത്ത കുട്ടികൾ കാണാം, അവരെയും കൂടെ കൺസിഡർ ചെയ്യണ്ടേ? അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സോ വി ക്യാൻ കാൽക്കുലേറ്റ്, വി ക്യാൻ പുട്ട് ദ വാല്യൂ ഓഫ് C1 is equal to 0. അപ്പോൾ ഇവൻ ഷോർട്ട് ആയിട്ട് എന്ത് കിട്ടി? 2CP. ദ വാല്യൂ ഓഫ് CP is given. എത്ര CP എന്നിരിക്കുന്നത്? CP തന്നിട്ടില്ല.
ഓക്കെ, സി പി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എയർ ആണ്. എയറിൻ്റെ വാല്യൂ, നമ്മൾ എയറിൻ്റെ സി പിയുടെ വാല്യൂ 1005 ജൂൾ, 1005 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. T1ൻ്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 400 കെൽവിൻ. T2 ഞാൻ വാല്യൂ കണ്ടുപിടിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ഇത്രയും റൂട്ട് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് C2. ദ വാല്യൂ ഓഫ് C2 നോക്കട്ടെ, ഞാൻ ഉണ്ടെങ്കിൽ വാല്യൂ ഓഫ് C2 പറഞ്ഞുതരാം. ഓക്കെ, ഇറ്റ് വിൽ ബി അറൌണ്ട് 567. ഇറ്റ് വിൽ ബി അറൌണ്ട് 567.57 മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. ഇത് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സി പിയുടെ വാല്യൂ നിങ്ങൾ ജൂൾ പെർ കിലോഗ്രാം കെൽവിനിൽ തന്നെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടത്തുള്ളൂ? വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടത്തില്ലെങ്കിൽ നിങ്ങൾ ആൻസർ മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടത്തില്ല. ശ്രദ്ധിച്ചോളണം. ടെമ്പറേച്ചർ, ഇപ്പൊ ഡിഫറൻസ് ടെമ്പറേച്ചർ എന്താകാം? അത് കെൽവിനിലിട്ടാലും ഡിഗ്രിയിലിട്ടാലും ആൻസർ വിൽ ബി സെയിം. ഡിഫറൻസ് നിങ്ങൾക്കറിയാലോ, കെൽവിൻ ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഡിഫറൻസ് എടുത്താൽ ടെമ്പറേച്ചർ സെയിം വാല്യൂ തന്നെ കിട്ടും. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, സി പിയുടെ വാല്യൂ നിങ്ങൾ എന്തിനെ കൊടുക്കാവൂ? ഇറ്റ് ഷുഡ് ബി ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ വെലോസിറ്റിയുടെ യൂണിറ്റ് നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡ് കിട്ടത്തുള്ളൂ. കഥ കഴിഞ്ഞു. നോക്കൂ, ഇതാ കഥ കഴിഞ്ഞു. നമ്മളെല്ലാം കണ്ടുപിടിച്ചു. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ് ഇനി? നമുക്കിനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? മാസ് ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ρ2 A2 C2. റൂട്ട് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടുപിടിച്ചു, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലുണ്ട് 0.727 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. A2 തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 0.005 മീറ്റർ സ്ക്വയർ. C2 ഇസ് നോൺ, ഇറ്റ് ഈസ് 567.5 മീറ്റർ പെർ സെക്കൻഡ്. Finally, you will get the value of mass flow rate as 2.06 kilogram per second. കിലോഗ്രാം പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഇത്രയും കിലോഗ്രാം ഓഫ് മാസ് ഈ നോസിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു എന്നുള്ള ആൻസർ കിട്ടും. കണ്ടോ ഇത്രയും സമയം എടുക്കാനുള്ള കാരണം? നിങ്ങളിത് പഠിപ്പിക്കുന്നു. ഞാനിത് ഇവിടെ ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പഠിക്കുകയാണ്. ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ അതിനെടുക്കേണ്ട സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് സാവധാനത്തിൽ പ്രോബ്ലംസുകൾ പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതല്ലാതെ ഇത്രയും സമയം എടുത്തോ ഒരു അരമണിക്കൂറൊക്കെ കൊടുക്കും ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാണെന്നുള്ള ചിന്ത വേണ്ട. ഇതൊരു ലേണിംഗ് ആണ്. നിങ്ങൾ പഠിക്കുകയാണ്, സമയമെടുത്ത് പഠിക്കുക, എങ്കിലേ എക്സാം വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കാരണം കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. സമയമെടുത്ത് മാത്രമേ കൺസെപ്റ്റ്സ് പഠിക്കാൻ പറ്റൂ. ബൈ ഹാർട്ട് ചെയ്യാൻ നമുക്ക് സമയം വേണ്ട കേട്ടോ. ബൈ ഹാർട്ട് ചെയ്യാൻ നമുക്ക് ഒരിക്കലും സമയം വേണ്ട. അപ്പോൾ വാട്ട് വി ഗോട്ട്? മാസ് ഫ്ലോ റേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് നമ്മളിവിടെ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഹിയർ ദ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. തൊട്ട് മുകളത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 0.727 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മാസ് ഫ്ലോ റേറ്റ് 2.06. യൂണിറ്റ് നോക്കിക്കല്ലേ അവർ പറഞ്ഞത് കിലോഗ്രാം പെർ സെക്കൻഡ് ആണ്. നമുക്ക് ഈ കിലോഗ്രാം പെർ സെക്കൻഡ് തന്നെയാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. സംശയമുണ്ടെങ്കിൽ ഇത് കിലോഗ്രാം പെർ സെക്കൻഡിലാണോ നോക്കൂ. നമ്മൾ കൊടുത്ത ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ്, ഏരിയ മീറ്റർ സ്ക്വയറിലാണ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണ്. നിങ്ങൾ നോക്കൂ, മീറ്റർ സ്ക്വയർ മീറ്റർ ക്യൂബ്, ഡിനോമിനേറ്ററിൽ മീറ്റർ ക്യൂബ്. നോക്കൂ ഈ മീറ്റർ ക്യൂബ് കട്ടായിപ്പോയി. പിന്നെന്താ ഉള്ളത്? സോറി, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലല്ല, മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ ആര് മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ? കിലോഗ്രാം പെർ സെക്കൻഡ്. അപ്പോൾ സംശയമുള്ള ഒരു യൂണിറ്റിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കുക. ഇനിഷ്യൽ എഴുതി തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത് ഇങ്ങനെ. അതൊന്ന് അങ്ങനെ കുറേ പ്രാവശ്യം കൺഫേം ആക്കുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി യൂണിറ്റുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇന്ന യൂണിറ്റിൽ ഇട്ടാൽ ആൻസർ ഇന്ന യൂണിറ്റിൽ കിട്ടുമെന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടിക്കോളും. പക്ഷേ ഓട്ടോമാറ്റിക്കലി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ എഴുതി എന്ത് ചെയ്യണം? ഓരോ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കൺഫ്യൂഷൻ തീർക്കാണ്ട് ഇങ്ങനെ എഴുതി പോവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം നിങ്ങളെ പഠിപ്പിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഇതേ ഒരു സിമിലർ ടൈപ്പിലുള്ളൊരു പ്രോബ്ലം തരാം. നമ്മൾ അടുത്ത നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ആ പ്രോബ്ലമാണ്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം എന്തെങ്കിലും ഒരു പുതിയ സാധനം നിങ്ങൾക്ക് കിട്ടണമല്ലോ. ഇതേപോലത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾ ഇനി അപ്രോച്ച് ചെയ്യണമെന്നുള്ള ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, so this is our next question.
Air enters an adiabatic nozzle. നോക്കൂ സെയിം ഡിവൈസ്. തൊട്ട് മുന്നേ നോസൽ ഇപ്പോഴും നോസൽ. അവിടെ കൺവേർജ് ഡൈവേർജ് എന്ന് പറയുന്നത് ഇവിടെ സാധാ നോസൽ. അറ്റ് 300 കിലോ പാസ്കൽ ആൻഡ് 500 കെൽവിൻ ഇനിഷ്യലി ഉള്ള ഡേറ്റാസ് തന്നിട്ടുണ്ട് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ. കണ്ടോ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ പ്രവർത്തി ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല. ഇറ്റ് ലീവ്സ് ദ നോസിൽ അറ്റ് 100 കിലോ പാസ്കൽ വിത്ത് എ വെലോസിറ്റി ഓഫ് 180 മീറ്റർ പെർ സെക്കൻഡ്. എക്സിറ്റിലെ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കുക അല്ല നമ്മുടെ ഉദ്ദേശം. കാരണം ഇൻലെറ്റിൽ വെലോസിറ്റി ഉണ്ട്, ഔട്ട്ലെറ്റ് വെലോസിറ്റി ഉണ്ട്. ഇറ്റ് ലീവ്സ് ദ നോസിൽ അറ്റ് 100 കിലോ പാസ്കൽ. 100 കിലോ അല്ല, അതാണ് വായിച്ചല്ലേ. ദ ഇൻലെറ്റ് ഏരിയ ഈസ് 80 സെന്റിമീറ്റർ സ്ക്വയർ. ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ എയർ CP ഈസ് 1008 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇവിടെ നമുക്ക് ഞാൻ തൊട്ട് മുന്നേ എയറിൻ്റെ CPയുടെ വില 1005 എടുത്തു. അത് റഫ്ലി നമ്മൾ തന്നിട്ടില്ലെങ്കിൽ 1005 എടുക്കും. തന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാല്യൂ അതേപോലെ എടുക്കും. കാരണം അത് ഇവിടെ ആൻസറിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഡേറ്റാസ് എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ആ ഡേറ്റാസ് അങ്ങ് എടുത്ത് എഴുതി കളയാം. നോക്കൂ, ഇറ്റ്സ് എ നോസിൽ അല്ലേ, ഇറ്റ്സ് എ നോസിൽ. നമുക്കറിയില്ല അത് എന്ത് നോസിലാണെന്ന് നമുക്കറിയില്ല. ഞാൻ തൽക്കാലം ഒരു കൺവേർജിങ് നോസിൽ, കൺവേർജിങ് ഡൈവേർജിങ് അവർ പറഞ്ഞാൽ മാത്രം വരച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ഒരു കൺവേർജൻ നോസിൽ ഞാൻ വരച്ചു 1 to 2. അഡിയാബാറ്റിക് നോസിൽ അറ്റ് പ്രഷർ P1 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പ്രഷർ P1? ഇറ്റ് ഈസ് 300 കിലോ പാസ്കൽ. പിന്നെ തന്നേക്ക് നോക്കൂ, ടെമ്പറേച്ചർ T1 തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 500 കെൽവിൻ വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. C1 തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇറ്റ് ലീവ്സ് ദ നോസിൽ അറ്റ് 100 കിലോ പാസ്കൽ. P2 തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 100 കിലോ പാസ്കൽ with a velocity of 180 meter per second. So C2 is also given 180 meter per second. ഇൻലെറ്റ് ഏരിയ, ഇൻലെറ്റിൽ എല്ലാം തന്നിട്ടുണ്ട്. ഇൻലെറ്റിലെ ഏരിയ A1 എത്രയാണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 80 സെന്റിമീറ്റർ സ്ക്വയർ. ഇറ്റ് ഈസ് 80 സെന്റിമീറ്റർ സ്ക്വയർ. ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ എയർ CP തന്നിട്ടുണ്ട്. ഈ എയറിന്റെ CP അത് ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ഒക്കെ കോൺസ്റ്റന്റ് തന്നെയാണ് കേട്ടോ. CP of air is 1008 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇത്രയും ഡേറ്റാസുകളാണ് ഇനിഷ്യൽ തന്നിട്ടുള്ളത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ എക്സിറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ എയർ. നോക്കൂ T1 നോൺ, P1 നോൺ, P2 നോൺ. പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് സ്ട്രൈക്ക് ചെയ്യുന്നത്? ഒരു നോസിൽ പ്രോബ്ലം ആണ്. പ്രഷർ P1 T1 ഈസ് ഗിവൺ, P2 ഈസ് ഗിവൺ. സഡൻലി നമ്മുടെ മനസ്സിലേക്ക് ഒരു സാധനം വരും. എന്താണത്? T2 by T1 is equal to P2 divided by P1 the whole raised to gamma minus 1 by gamma. Air എന്ന് പറയുന്നുണ്ട്. So we can assume the value of gamma as 1.4. T1 non 10 Kelvin. P2 P1 non. P2 എത്രയാണ്? 100. P1 എത്രയാണ്? 300. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. We can find out the value T2. നമ്മൾ ആൻസർ നോക്കുമ്പോൾ ഓപ്ഷനിൽ ആൻസർ ആണ്, നമ്മൾ ടിക്ക് ചെയ്യും. ബട്ട് ദ ആൻസർ ഈസ് റോങ്. ഇതാണ് തെർമോഡൈനാമിക്സിന്റെ ഈ ക്വസ്റ്റ്യന്റെ ബ്യൂട്ടി ഇതിലാണ് കിടക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഉപയോഗിച്ചുകൂടാ? ഇത് ആരുടെ റിലേഷൻഷിപ്പാണ്? ദിസ് ഈസ് ഫോർ എ റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് മാത്രമേ പറയുന്നുള്ളൂ? എൻറ്റേഴ്സ് ആൻ അഡയാബാറ്റിക് നോസിൽ. വെറുതെ അഡയാബാറ്റിക് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് എന്താകണമെന്നില്ല, റിവേഴ്സിബിൾ അഡയാബാറ്റിക് ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പറഞ്ഞാൽ അതേപോലെ എടുത്തേ പറ്റൂ. അഡയാബാറ്റിക് എന്ന് പറഞ്ഞാൽ വെറുതെ അത് അഡയാബാറ്റിക് ആണ്, അത് ഐസെൻട്രോപ്പിക് ആകണമെന്നുള്ള വേറെ ഒരു ഹിൻറ്റും. വേറെ എവിടെയെങ്കിലും റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രോസസ്സ് റിവേഴ്സിബിൾ ആണെങ്കിൽ, ഈ ഫ്ലോയിക് പ്രോസസ്സ് റിവേഴ്സിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിവേഴ്സിബിൾ അഡയാബാറ്റിക് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് ആയിട്ട് എടുക്കാം. പക്ഷെ ഇവിടെ സിംപ്ലി അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? Adiabatic process, which means it is an irreversible adiabatic process. വേറെ ഒരു സ്ഥലത്തും റിവേഴ്സിബിൾ ആണെന്നുള്ള ഹിന്റ് തന്നിട്ടില്ല. റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സിന് മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റൂ? ഈ റിലേഷൻ ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ ഈ പ്രോസസ്സ് ഐസെൻട്രോപ്പിക് അല്ല. വി കാൺട്ട് യൂസ് ദിസ് ഇക്വേഷൻ. നമുക്കിതോടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ തിരിച്ചറിവാണ് ഒരു ഗേറ്റ് ആസ്പിറൻറ്റിന് ഏറ്റവും കൂടുതൽ അറിയണം. ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഈ സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗേറ്റ് പോലുള്ള പ്രീമിയം എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ.
അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലി സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. കാരണം സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. എയർ ആണെന്ന് ക്വസ്റ്റ്യൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് പ്രോസസ്സാണ്? ഇതൊരു ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പോൾ നമുക്ക് എച്ചിന് പകരം CP2 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. H2 പകരം CP2 യൂസ് ചെയ്യാം. CP അറിയാം, ബാക്കി എല്ലാം അറിയാം. ഫ്രം ദെയർ വി വിൽ ഗെറ്റ് ദ എക്സിറ്റ് ടെമ്പറേച്ചർ T2. അപ്പോൾ നമ്മൾ അതിലോട്ട് പോവുകയാണ്. ദിസ് ഇസ് അവർ ഓൾഡ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. നോക്കിക്കോ, H1 plus half C1 square plus GZ1 plus Q is equal to H2 plus half C2 square plus GZ2 plus W. കൂടുതൽ കഥകളൊന്നും പറയാതെ ഡയറക്റ്റ്ലി കാര്യത്തിലേക്ക് പോവുകയാണ്. നോസിലായതുകൊണ്ട് വർക്ക് ട്രാൻസ്ഫർ 0, അഡയാബാറ്റിക് ആയതുകൊണ്ട് ഇവിടെ എന്ത് 0? ഹീറ്റ് ട്രാൻസ്ഫർ 0. ഹീറ്റ് ട്രാൻസ്ഫർ 0 ആവാൻ റിവേഴ്സിബിൾ ആവേണ്ട, അഡയാബാറ്റിക് മാത്രം മതി. ഇതൊരു ഹൊറിസോണ്ടൽ, ഒന്നും പറയുന്നതിന് വി വിൽ അസ്യൂം ദ നോസിൽ ആസ് ഹൊറിസോണ്ടൽ. Z1 ഈക്വൽ ടു Z2. സോ GZ1 ഇവിടെ എന്തായി പോകുന്നു? കട്ട് ചെയ്ത് പോകുന്നു. ഇനി നോക്കൂ, C1 അറിയാം, ഇൻലെറ്റ് വെലോസിറ്റി. C2 അറിയാം, എക്സിറ്റ് വെലോസിറ്റി. H1 CP_T1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് H2. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്താം? H2 ഈസ് ഈക്വൽ ടു H1 പ്ലസ് ഹാഫ് C1 സ്ക്വയർ മൈനസ് C2 സ്ക്വയർ. ഈ ഹാഫ് C2 സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരും. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? H2. ശരിയല്ലേ? വാട്ട് ഈസ് H1? H1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് CP_T1 പ്ലസ് ഹാഫ് C1 സ്ക്വയർ മൈനസ് C2 സ്ക്വയർ ഈസ് ഈക്വൽ ടു H2. H2 എന്ന് വെച്ചാൽ എന്താണ്? CP_T2. ഹോൾ ഇക്വേഷൻ ഡിവൈഡ് ബൈ നിങ്ങൾ എന്ത് ചെയ്യുക? CP ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ CP കട്ടായി പോകുന്നു. സോ T1 പ്ലസ് 1/2 CP. CPയുടെ വാല്യൂ കൊടുക്കാം നമുക്ക്. CP വരുമല്ലോ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് CP? 1008. എല്ലാം ജൂളിൽ തന്നെ ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 10 സ്ക്വയർ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ T1ന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദ വാല്യൂ ഓഫ് T1 ഈസ് നോൺ അല്ലേ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ ടെമ്പറേച്ചറിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് 500 Kelvin. സോ ഹിയർ we can put the temperature as 500 Kelvin. From here we will get T2. This is T2 അല്ലേ? ഈ T2ന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് കിട്ടും. എല്ലാ യൂണിറ്റ്സുകളും നിങ്ങൾ കൃത്യമായി SI യൂണിറ്റ് കൊടുക്കുക. You will get the value as 484 Kelvin. 484 Kelvin. നോക്കാനായി ടെമ്പറേച്ചർ കെൽവിനിൽ കിട്ടണമെങ്കിൽ ഈ കാണുന്ന വെലോസിറ്റി യൂണിറ്റ് നിങ്ങൾ എന്തിൽ കൊടുക്കുക? മീറ്റർ പെർ സെക്കൻഡ് കൊടുക്കുക. ഈ കാണുന്ന CPയുടെ യൂണിറ്റ് എന്തിൽ കൊടുക്കുക? ഇറ്റ് ഷുഡ് ബി ഇൻ ജൂൾ പെർ കിലോഗ്രാം കെൽവിനിൽ കൊടുക്കുക. ഈ കാണുന്ന ടെമ്പറേച്ചർ എന്തിൽ കൊടുക്കുക? കെൽവിനിൽ കൊടുക്കുക. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 484 Kelvin. നോക്കാം നമുക്ക് ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? 484 ഈസ് ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. 484 Kelvin. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ്. സെക്കൻഡ് പാർട്ട് നോക്കൂ. ദ എക്സിറ്റ് ഏരിയ ഓഫ് ദ നോസിൽ ഇൻ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ക്വസ്റ്റ്യൻ. എക്സിറ്റ് ഏരിയ ഓഫ് ദ നോസിൽ ഇൻ സെന്റിമീറ്റർ സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സിറ്റ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സിറ്റ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് മാസ് ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ρAc ആണ്. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ρ1 A1 C1 is equal to ρ2 ഇൻലെറ്റിലെയും എക്സിറ്റിലെയും ഏരിയ മാസ് ഫ്ലോ റേറ്റ് എന്താണ്? സെയിം, ബിക്കോസ് ദിസ് ഇസ് എ സ്റ്റഡി ഫ്ലോ ഡിവൈസ്. ഏരിയ നിൽക്കുന്ന എക്സിറ്റിലായതുകൊണ്ട് ഇറ്റ് ഈസ് ρ2 A2 C2 അല്ലേ? എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എക്സിറ്റ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എക്സിറ്റ് ഏരിയനെ കണ്ടെത്താനുള്ളൂ കേട്ടോ. സോ ഫ്രം ഹിയർ വി ക്യാൻ കാൽക്കുലേറ്റ് A2 is equal to mass flow rate divided by ρ2 C2 ചെയ്യുമ്പോൾ what we will get? We will get A2. പക്ഷേ ഇതിന് നമുക്ക് ആദ്യം എന്ത് വേണം? We should know the value of mass flow rate. We should know the value of mass flow rate. അത് വളരെ സിമ്പിളാണ്. കാരണം മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ρ1 A1 C1 is equal to ρ2 A2 C2. ഇൻലെറ്റിലെ മാസ് ഫ്ലോ റേറ്റും എക്സിറ്റിലെ മാസ് ഫ്ലോ റേറ്റും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ ρ1 A1 C1 അകത്തുള്ള A1 is given, C1 is given. പിന്നെ ആര് മാത്രം മതി? ρ1 നേരത്തെ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ρ1? ρ1 ഈസ് P1 divided by R T1. P1 നമുക്കറിയാം കിലോ പാസ്കൽ ഉള്ള പാസ്കലിൽ കൊടുക്കുക. R നമുക്കറിയാം എയർ ആണ് 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. T1 അറിയാം 500 Kelvin അവിടെ കൊടുക്കുക. വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ρ1 ഹിയർ. ശരിയല്ലേ? വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ρ1 ഹിയർ. പിന്നെ നമ്മൾ A1 ഉണ്ട്. ആ A1 നമ്മൾ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C1 ഉണ്ട്. C1ന്റെ വാല്യൂ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ്
മാസ് ഫ്ലോ റേറ്റ് കിട്ടും. ദാറ്റ് ഈസ് റോ 1 A1 C1. റോ 1 വേണമെങ്കിൽ നോക്കി കൊടുക്കാം P1 ഡിവൈഡഡ് ബൈ RT1 എന്ന് കൊടുക്കാം. വാട്ട് ഈസ് A1? ദ വാല്യൂ ഓഫ് A1 ഈസ് 80 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ നിങ്ങൾ എന്തിൽ ഇടണം? ഏരിയ നിങ്ങളെല്ലാം ഇപ്പോഴും മീറ്റർ സ്ക്വയറിൽ മാത്രമേ കൊടുക്കാവൂ. സോ 80 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇൻറ്റു 10⁻⁻⁴ ചെയ്യുമ്പോൾ എന്തിലോട്ട് മാറും? മീറ്റർ സ്ക്വയറിലോട്ട് മാറും. വെലോസിറ്റി C1 തന്നിട്ടുണ്ട്. എത്ര വെലോസിറ്റി C1 എന്ന് പറയുന്നത്? C1 velocity is 10 meter per second. So into 10 ചെയ്യുമ്പോൾ we will get the mass flow rate m dot. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഈ കിടക്കുന്ന മാസ് ഫ്ലോ റേറ്റിന്റെ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ റോ ടു C2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ കിട്ടുന്ന മാസ് ഫ്ലോ റേറ്റ് m ഡോട്ടിന്റെ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റോ ടു നിങ്ങൾ എന്ത് ചെയ്യുക? P2 ഡിവൈഡഡ് ബൈ RT2 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C2ന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് C2? It is 180 meter per second. It is 180 meter per second. So into 180 നിങ്ങളോട് കൊടുക്കുക. സോ മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്, P2 ഉണ്ട്. ഈ കാണുന്ന P കൊടുക്കേണ്ട എന്തിനാണ്? P ഷുഡ് ബി ഇൻ പാസ്കൽ, R ഷുഡ് ബി ഇൻ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ദിസ് ഷുഡ് ബി ഇൻ കെൽവിൻ, ദിസ് ഷുഡ് ബി ഇൻ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ദ പ്രഷർ ഷുഡ് ബി ഇൻ പാസ്കൽ, മാസ് ഫ്ലോ റേറ്റ് ഷുഡ് ബി ഇൻ kilogram per second. So finally we will get the value of area as meter square കിട്ടും കേട്ടോ. കാരണം ഇവിടെ എല്ലാം SI യൂണിറ്റ് കൊടുത്തത് കൊണ്ട് ഏരിയ കിട്ടുന്നത് എന്തിലായിരിക്കും? മീറ്റർ സ്ക്വയറിലായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ എന്തിലോട്ട് മാറ്റുക? സെൻറ്റിമീറ്റർ സ്ക്വയറിലോട്ട് മാറ്റുക. അപ്പോൾ the value will be around 12.9 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ നമുക്ക് എന്ത് കിട്ടും? We will get the answer. So here comes out to be the answer 12.9. Option D is our right answer. So ഈ രണ്ട് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഫസ്റ്റ് സെഷനിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് പ്രോബ്ലത്തിൽ ഞാൻ എന്തെടുത്തിട്ടുണ്ട്? സ്റ്റഡി ഫ്രം ദി ഇക്വേഷൻസിനകത്തുള്ള നോസിൽ എന്ന ഡിവൈസിനെ പറ്റിയുള്ളതാണ്. അതിനകത്ത് കൺസെപ്റ്റ് ഓഫ് അഡാബാറ്റിക് പ്രോസസ്, റിവേഴ്സിബിൾ അഡാബാറ്റിക് പ്രോസസ്, ഐസെൻട്രോപ്പിക് പ്രോസസ്, ഇതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സിബിൾ അഡാബാറ്റിക് ആണെങ്കിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം, അത് ഫസ്റ്റ് പ്രോബ്ലം. ഇറിവേഴ്സിബിൾ അഡാബാറ്റിക് പ്രോസസ് ആണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന പ്രോബ്ലം, അവിടെ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ്. അപ്പം ഈ പ്രോബ്ലത്തിലൂടെ ഈ രണ്ട് പ്രോബ്ലം കൺസെപ്റ്റ്സിലി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നോസിലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസുകളും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. കാരണം ഗേറ്റിൽ ചോദിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആരെ പറ്റിയുള്ള നോസിനെ പറ്റിയുള്ള പ്രോബ്ലംസാണ് ഈ രണ്ട് പ്രോബ്ലംസുകൾ. ആ രണ്ട് പ്രോബ്ലംസുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നോട്ട്സ് മേക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. എന്തെങ്കിലും കമൻസുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ ആൻസർ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇമ്മറിറ്റ് പ്ലസ് എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കാം. അവിടെ നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ സബ്ജക്റ്റും പുതിയ ടോപ്പിക്കുമായി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.